തനിച്ചു താമസിക്കുകയായിരുന്ന വയോധികയായ വീട്ടമ്മയെ ആക്രമിച്ച് 2 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണവളകൾ കവർന്ന 3 അംഗ സംഘത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാംപറമ്പത്ത് നിധിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരീ ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ CI സംഗീത് പുന്നത്തലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. CPI ബ്രാഞ്ച് സെക്രട്ടറിയാണ് ജിജേഷ്. കഴിഞ്ഞ ഡിസംബർ 22-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ K ചന്ദ്രമതിയാണ് ആക്രമിക്കപ്പെടുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ആഭരണങ്ങൾ കവർന്നതും. മൽപ്പിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. ജിജേഷിന്റെ കടബാധ്യത തീർക്കുവാൻ വേണ്ടിയാണ് കവർച്ച ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ജിജേഷ് മുൻപ് പലപ്പോഴും ചന്ദ്രമതിക്ക് വേണ്ടി യാത്രയും ചെയ്തിരുന്നു. ചന്ദ്രമതി തനിച്ചു താമസിക്കുന്നതും ആഭരണങ്ങൾ കൈവശമുണ്ടെന്നും അറിഞ്ഞ അദ്ദേഹം സഹോദരന്മാരെ കൂട്ടി പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി രാത്രി 8ഓടെ മൂവരും ബാറിൽ മദ്യപിച്ചതിന് ശേഷം വീട്ടിലെത്തി വീടിൻ്റെ പിറകുവശത്തെ വാതിലിൽ ശബ്ദമുണ്ടാക്കി. വാതിൽ തുറന്ന ചന്ദ്രമതിയെ ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും പൊത്തിപ്പിടിച്ചു. നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുക്കുകയായിരുന്നു. തിരിച്ചറിയാതിരിക്കാൻ മൂവരും മങ്കി മാപ്പ് ധരിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കുവാനായി പരിസരത്ത് മുളകുപൊടി വിതറുകയും ചെയ്തു. തുടർന്ന് ബാറിന് സമീപമെത്തി കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു. പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ചെയ്തിരുന്നത്. തെളിവ് നശിപ്പിച്ച് കളയുവാൻ വേണ്ടി മങ്കി ക്യാപ്പ് കത്തിച്ചു കളയുകയും ചെയ്തു. 30ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പ്രദേശവാസികൾ സംശയമുള്ളവരെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിരിക്കുന്നത്. ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മോഷണം മുതലുമായി നിഖിലിനെ എറണാകുളത്ത് വെച്ച് പിടികൂടുകയും ചെയ്തു. ഈ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്.